സിംഹം കാട്ടിലെ രാജാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേ സിംഹത്തിനെ ഒരു 10 വർഷത്തേക്ക് നമ്മളൊരു സർക്കസ് കൂടാരത്തിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. അവിടെ ഒരു ട്രെയിനർ പതുക്കെ ആ സിംഹത്തിന് ട്രെയിനിങ് കൊടുത്തു തുടങ്ങുകയാണ്. ആദ്യമൊക്കെ ആ സിംഹം നിഷേധിക്കുന്നു. പിന്നെ സമയാസമയത്ത് ഇറച്ചിയും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ട്രെയിനർ പറയുന്നത് പതുക്കെ പതുക്കെ ആ സിംഹം അനുസരിച്ച് തുടങ്ങും. അങ്ങനെ ഓരോ സർക്കസ് ഷോ വരുന്ന സമയത്തും ആ ട്രെയിനർ എന്തൊക്കെ പറയുന്നു അതെല്ലാം ആ സിംഹം ചെയ്തു തുടങ്ങും. അപ്പോൾ ചുറ്റും കാണികളായിട്ടിരിക്കുന്ന എല്ലാവരും കൈയടിക്കും. ഇത് കാണുമ്പോഴത്തേക്ക് ആ ട്രെയിനർക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഒരു ദിവസം ആ സർക്കസ് കൂടാരം അങ്ങ് നിർത്തുകയാണ്. ആ സിംഹത്തിനെ നമ്മൾ പഴയ പോലെ കാട്ടിലോട്ട് തന്നെ ഇറക്കി വിടുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നോ 1 മാസത്തിനപ്പുറത്തോട്ട് ആ സിംഹം ജീവിച്ചിരിക്കുമെന്ന്? ഒരിക്കലുമില്ല. കാര്യം സ്വന്തമായിട്ട് വേട്ടയാടാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് എങ്ങനെ ഭക്ഷണം കണ്ടെത്തണം അതിനിപ്പോൾ അറിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ആ സിംഹം ഇല്ലാതാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, നിങ്ങളുടെ മക്കളായിക്കോട്ടെ, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിക്കോട്ടെ, ആരെ ആയാലും നിങ്ങൾ പൊത്തി വളർത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുന്നു, അവരെ പാമ്പർ ചെയ്യുന്നു. അവർക്കൊരു കാര്യം വേണമെങ്കിൽ നിങ്ങളുടെ റെഫറൻസും ഹോൾഡും ഉപയോഗിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളില്ലാത്തൊരു കാലം വരുമ്പോൾ അത് സർവൈവ് ആവുന്നു? ഒരിക്കലുമില്ല. ഇതെല്ലാം കുറച്ച് കാലത്തേക്കാണ്. സ്വന്തമായിട്ട് ആരെങ്കിലും കഷ്ടപ്പെട്ട് അവരെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് വന്ന് അവർക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം അവർ തച്ചുടച്ച് ചെയ്ത് അതിലൂടെ ജോലിയോ ബിസിനസ്സിലൂടെയോ അവരെന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു 100 രൂപ ആയിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സിംഹക്കുട്ടികളെന്ന് പറയുന്നത്.